നമസ്തേ. കൊച്ചിയിൽ നിന്നും സിന്ധു BS. സോഷ്യോളജിയെക്കുറിച്ചുള്ള പഠനമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത്. എന്താണ് സോഷ്യോളജി? സോഷ്യോളജി എന്ന വിഷയത്തിൻ്റെ പ്രത്യേകതകൾ, അതിൻ്റെ പല തലങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയായിരുന്നു. ഇന്ന് യൂണിറ്റ് 9 BSOC 131 എന്ന പാഠഭാഗത്തിൽ യൂണിറ്റ് 9 ഓർഗനൈസേഷൻസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന പാഠഭാഗത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ പാഠഭാഗത്തിൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എന്താണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്, എന്താണ് ഒരു ഓർഗനൈസേഷൻ. അപ്പം അതിൻ്റെ അർത്ഥതലങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി. ഇൻസ്റ്റിറ്റ്യൂഷൻ, ഓർഗനൈസേഷൻ, അവയുടെ വളരെ ചെറിയ വ്യത്യാസങ്ങളും അർത്ഥതലങ്ങളും മനസ്സിലാക്കാനായിട്ടാണ് ഈ പാഠഭാഗം നമ്മെ സഹായിക്കുന്നത്. അതുപോലെ തന്നെ വ്യത്യസ്ത തരത്തിലുള്ള ഓർഗനൈസേഷൻസ് ഏതൊക്കെ, വ്യത്യസ്ത തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഓർഗനൈസേഷൻസുമാണ് ഇന്ന് സമൂഹത്തെ നിയന്ത്രിക്കുന്നതും നയിക്കുന്നതും. അതുപോലെ തന്നെ ഓർഗനൈസേഷൻ്റെ വിവിധ വീക്ഷണങ്ങൾ ഏതൊക്കെ തരത്തിലുള്ള ഓർഗനൈസേഷൻസ് ആണുള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെ തരത്തിലുള്ള ഓർഗനൈസേഷണൽ ബിഹേവിയർ, അത് ഓർഗനൈസേഷൻ സ്വഭാവങ്ങൾ ഏതൊക്കെയാണ്, തുടങ്ങിയ കാര്യങ്ങളാണ് ഈ പാഠഭാഗം നമ്മെ ചിന്തിപ്പിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു ഓർഗനൈസേഷനും ഇൻസ്റ്റിറ്റ്യൂഷനും പൊതുവെ ഒന്നായിട്ടാണ് നമ്മൾ കരുതുന്നത്. എപ്പോഴും സംസാരിക്കുമ്പോഴും അതിൻ്റെ അർത്ഥതലങ്ങളിലുള്ള ഒരു വ്യത്യാസം പലപ്പോഴും നമ്മൾ ഉപയോഗിക്കാറില്ല. ഒരു ഓർഗനൈസേഷൻ എന്നുള്ളതിനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന രീതിയിൽ തന്നെ നമ്മൾ പല പൊതുവായ സംഭാഷണ ശകലങ്ങളിലും ഉപയോഗിക്കാറുണ്ട്. പക്ഷെ പ്രധാനമായിട്ടുള്ള ഒരു പ്രത്യേകത, ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് സോഷ്യോളജിയിൽ ഉപയോഗിക്കുന്ന ഈ അടിസ്ഥാന പദത്തിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് വളരെ ചെറിയ ചില ഉദാഹരണങ്ങളിലൂടെ ഞാനതിൻ്റെ തലത്തെ വളരെ ലളിതമാക്കി തരാനായിട്ട് ആഗ്രഹിക്കുക. ഇപ്പം ഒരു നിയമം, വിദ്യാഭ്യാസം, വിവാഹം, കുടുംബം, ഇതൊക്കെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് പറയാറുണ്ട്. വിദ്യാഭ്യാസം, നിയമം, ഈ പറയുന്നതൊക്കെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നാണ് പറയുന്നത്. അപ്പം ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ സമൂഹത്തിൻ്റെ തന്നെ ഒരു ഭാഗമാണ്. ആ സമൂഹത്തിന് അതിൻ്റെ ഒരു ക്രമം നിലനിർത്തുന്നതിനും അതിൻ്റെ ഒരു സ്ഥിരത നിലനിർത്തുന്നതിനും എങ്ങനെ മനുഷ്യൻ്റെ ഇടപെടലുകളെ അല്ലെങ്കിൽ മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു ക്രമവും ഒരു സ്ഥിരതയും നിലനിർത്തുന്നതിന് വേണ്ടി സഹായിക്കുന്ന സമൂഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത് ഒരു അവസാനമാണെന്നല്ല നമ്മൾ പറയുന്നത്. കാരണം ഓരോ മനുഷ്യൻ്റെയും സ്വഭാവമാണ് ഒരു സമൂഹത്തിലുള്ള സ്വഭാവം, അല്ലെങ്കിൽ അതിൻ്റെ ഇടപെടലുകൾ, ഇതൊക്കെയാണ് ഇതിൻ്റെ അടിസ്ഥാനമായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ അല്ലെങ്കിൽ മനുഷ്യരുടെ ഓരോ വ്യക്തികളുടെയും ഒരു കൂട്ടത്തിലുള്ള അല്ലെങ്കിൽ ഒരു സമൂഹത്തിലുള്ള പൊതുവായിട്ടുള്ള പെരുമാറ്റത്തെയും ഒക്കെ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ഒരു രീതിയിലേക്ക് പറയും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിദ്യാഭ്യാസം ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്, സ്കൂൾ ഒരു ഓർഗനൈസേഷനാണ്. അപ്പം ഇതിനോടൊപ്പം ചേർന്ന് തന്നെ ഓർഗനൈസേഷനും കൂടെ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്കതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റും. പൊതുവേ നമ്മൾ എല്ലായ്പ്പോഴും സ്കൂള് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയാനാണ് ആഗ്രഹിക്കാറുള്ളത്. അപ്പോൾ സ്കൂൾ ഒരു ഓർഗനൈസേഷനാണ്. സ്കൂളെന്ന് പറയുന്ന ഈ ഓർഗനൈസേഷനിൽ കിട്ടുന്ന വിദ്യാഭ്യാസമാണ് നമ്മുടെ സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവ്സിൽ അല്ലെങ്കിൽ സോഷ്യോളജിക്കൽ തലത്തിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് നമ്മൾ
വിഭാവന ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിന്നും ഇപ്പം ഒരു സ്കൂളും വിദ്യാഭ്യാസവും എന്ന തലത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ, ഇപ്പോൾ ഒരു കോർട്ടും നിയമവും, കോർട്ട് നിയമം നടപ്പിൽ വരുത്തുന്ന സ്ഥലമാണ്. അതിന് വേണ്ടുന്ന മുന്നൊരുക്കങ്ങളും ക്രമീകരണങ്ങളും നടത്തപ്പെടുന്ന സ്ഥലമാണ് കോർട്ട് എന്ന് പറയുന്നത്. ആ നിയമം എന്ന് പറയുന്നത് നമ്മൾ അനുസരിക്കുന്ന ആ നിയമം അല്ലെങ്കിൽ റൂൾസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു കുടുംബം അല്ലെങ്കിൽ ഒരു സമൂഹമായിട്ട് വരുമ്പോൾ വിവാഹത്തിനും കുടുംബത്തിനുമുള്ള സ്ഥാനം എന്ത്? സോഷ്യോളജി ക്ലാസ്സുകളിൽ ആദ്യം മുതലേ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു വ്യക്തി നന്നാകുമ്പോൾ ഒരു കുടുംബം നന്നാകും, ഒരു കുടുംബം നന്നാകുമ്പോൾ ഒരു ചെറിയ ഒരു സമൂഹം നന്നാകും, ആ സമൂഹത്തിൽ നിന്ന് മാനവീയമായിട്ടുള്ള ഒരു തലത്തിലേക്ക് ഒരു വലിയൊരു കൂട്ടായ്മയിലേക്ക് മാറുന്നു. അപ്പം ആ ഒരു തലത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ ഒരു വ്യക്തിയുടെ ഏറ്റവും ഉന്നതമായിട്ടുള്ള അല്ലെങ്കിൽ അവരിൽ അന്തർലീനമായിട്ടുള്ള ആ കഴിവുകളെ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട്, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ സ്വഭാവ രൂപീകരണത്തിൽ, ഒരു സമൂഹത്തിൽ മനുഷ്യൻ എങ്ങനെ പ്രവർത്തിക്കണം അല്ലെങ്കിൽ ജീവിക്കണം എന്നുള്ളത് നിശ്ചയിക്കുന്നത്, അല്ലെങ്കിൽ ആ സമൂഹ ജീവി എന്ന നിരയിൽ മനുഷ്യൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് അവൻ ആർജിക്കുന്ന വിദ്യാഭ്യാസത്തിൽ അധിഷ്ഠിതമാണ്. അപ്പം സ്കൂൾ എന്ന് പറയുന്ന ഓർഗനൈസേഷനിൽ നിന്നും വിദ്യാഭ്യാസം എന്ന് പറയുന്ന പരിണിതമായ പ്രക്രിയയിലൂടെ കടന്നു വരുന്ന അല്ലെങ്കിൽ പരിണാമപ്പെട്ടു വരുന്ന ഒരു സമൂഹമാണ്, അല്ലെങ്കിൽ ആ ഒരു സമൂഹത്തെക്കുറിച്ചാണ് സോഷ്യോളജിയിൽ നമ്മൾ പറയുന്നത്. ഞാൻ ഒരു ഉദാഹരണം വെച്ച് പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല, വളരെ വേഗം നമുക്കതിൻ്റെ ഒരു വ്യത്യാസം തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ്. ഇപ്പം കോർട്ട് എന്ന് പറയുന്ന നിയമം നടപ്പിലാക്കുന്ന സ്ഥലത്തിൽ നിന്നും നിയമത്തിൻ്റെ നൂൽ വഴികളിലൂടെയാണെങ്കിൽ അതിൻ്റെ ഓരോ ഏടുകളും പരിശോധിച്ചിട്ടാണ് അതിൽ പല തീർപ്പുകളും അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഒരു ക്രമം ഉണ്ടാകുന്നു എന്ന് പറയും. അതാണ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷനകത്ത് പറയുന്നത്. ഇതെന്ത് ചെയ്യുന്നു? ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണെന്ന് പറയുന്നത് അതാണ്. അതായത് സമൂഹത്തിന് ഒരു ക്രമവും ഒരു സ്ഥിരതയും ഉറപ്പുവരുത്തുന്ന, അതായത് എങ്ങനെ മനുഷ്യൻ്റെ ഇടപെടലുകളെയും പ്രവർത്തനങ്ങളെയും ക്രമപ്പെടുത്തിക്കൊണ്ട് ഒരു സ്ഥിരത ആ സമൂഹത്തിനുണ്ടാക്കുന്നു. അല്ലെങ്കിൽ ആ സമൂഹത്തിൽ ആ മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരിക്കണം എന്നുള്ളതിനൊരു ഒരു ഒരു ക്രമമുണ്ടാകുന്നു, അല്ലെങ്കിൽ ഒരു നിശ്ചിതമായിട്ടുള്ളൊരു സംഹിത ഉണ്ടാക്കി എടുക്കുന്നു. അപ്പം അതുപോലെ തന്നെ കൂട്ടായ്മ, ഈ സമൂഹത്തിലെ കൂട്ടങ്ങൾ, സമൂഹത്തിൻ്റെ ഇടയിലുള്ള പരസ്പരമുള്ള ഒരു ഇടപെടലുകൾ, അത് ഏത് തലത്തിലാണെങ്കിൽ പോലും ഒരു സമൂഹ ജീവി എന്ന നിലയിൽ മനുഷ്യൻ എത്രമാത്രം നല്ല രീതിയിൽ ഇടപെടാൻ പറ്റുന്നു, അല്ലെങ്കിൽ ആ മനുഷ്യൻ്റെ സ്വഭാവത്തിൽ എത്രമാത്രം പരിണാമം സംഭവിക്കുന്നു. ഇപ്പം നേരത്തെ സംസ്കാരം എന്ന് പറയുന്ന ഭാഗത്തെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. സംസ്കാരത്തിലൂടെ എങ്ങനെയാണ് ഒരു വ്യക്തി പരിണാമപ്പെട്ടു വരുന്നത്, ട്രാൻസ്മിഷനും ട്രാൻസ്ഫർമേഷനും ഒക്കെ നമ്മൾ പറഞ്ഞു. ആർജിക്കുന്ന സംസ്കാരവും ആർജിതമായിരിക്കും, സ്വയം രൂപീകൃതമാവുന്ന സംസ്കാരവും എന്നൊക്കെ പറയുന്നത് പോലെ നമ്മളിൽ നിന്നും പുറത്തേക്ക് പോകുന്നത് ഇപ്പം ഒരു സമൂഹത്തിൽ ഒരു മനുഷ്യൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് എത്രമാത്രം അർത്ഥവത്തായിരിക്കണം, അല്ലെങ്കിൽ ആ മനുഷ്യൻ്റെ ജീവിതം കൊണ്ട് ആ ഉദ്ദേശിക്കുന്ന തലത്തിൽ എത്രമാത്രം ഗുണം ഉണ്ടാകണമെന്ന് ചിന്തിക്കുന്നത് അവരാർജിക്കുന്ന ഈ സമൂഹത്തിലുള്ള അവരുടെ നല്ല ഇടപെടലുകളാണ്. അപ്പോൾ സ്വാഭാവികമായി ഇത്തരത്തിലുള്ള നല്ല ഇടപെടലുകളിലേക്ക് പോകുവാൻ ഈ സമൂഹജീവിയായ മനുഷ്യനെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് മനുഷ്യരുടെ ജീവിതത്തെ അർത്ഥവത്താക്കുന്നതിന് വേണ്ടിയാണ്. മനുഷ്യരുടെ ജീവിതത്തെ അർത്ഥവത്താക്കുന്നതിന് വേണ്ടി. എങ്ങനെയാണ് മനുഷ്യരുടെ ജീവിതം അർത്ഥവത്താക്കുന്നത്? സ്വാഭാവികമായും ഈ മനുഷ്യനെ അവരുടെ സ്വാഭാവികമായിട്ടുള്ള ഒരു പരിസ്ഥിതിയിലേക്ക് ബന്ധപ്പെടുത്തേണ്ടിയിരിക്കുന്നു. അപ്പം സ്വാഭാവികമായിട്ടുള്ള ഒരു പരിസ്ഥിതിയിലേക്ക് മനുഷ്യനെ ബന്ധപ്പെടുത്തുന്നത് എങ്ങനെയാണ്? ഇടപെടലുകളിലൂടെയാണ്. അപ്പം സാമൂഹികമായിട്ടുള്ള ബന്ധങ്ങൾ, അപ്പം ഒരു പരിസ്ഥിതിയിലേക്ക് മനുഷ്യൻ, ഒരു പ്രകൃതിയുടെ ഒരു ഭാഗമായിട്ട് മനുഷ്യന് മാറണം എന്നുണ്ടെങ്കിൽ അതിലെ വ്യത്യസ്ത മനുഷ്യരുമായിട്ട് ഇടപഴകണം. സമൂഹത്തിലെ പല സംഭവങ്ങളുമായിട്ടും ആളുകളുമായിട്ടും
സാഹചര്യങ്ങളും ഒക്കെ ആയിട്ട് ഇടപഴകിയാണ് ഒരു മനുഷ്യനൊരു ജീവിതം ഉണ്ടാകുക. അപ്പം ആ ഒരു നിലവാരത്തിലേക്ക്, അതായത് ഒരു അർത്ഥവത്തായിട്ടുള്ള ഒരു തലത്തിലേക്ക് ഈ മനുഷ്യന്റെ ജീവിതത്തിനെ ഉയർത്തിക്കൊണ്ട് വരിക എന്ന ഒരു ലക്ഷ്യമാണ് ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിനുള്ളത്. നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ഒരു വിദ്യാർത്ഥി, നമ്മൾ കുട്ടികൾ ഇപ്പം ശാസ്ത്ര സാങ്കേതിക വിദ്യയെ കുറിച്ചും വിദ്യാഭ്യാസത്തിൻ്റെ പല തലങ്ങളെക്കുറിച്ചും ഒക്കെ പറയുമ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട്. ആദ്യമായിട്ട് ഒരു നവോത്ഥാനത്തെക്കുറിച്ച് പറയുമ്പോൾ വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് വിദ്യാഭ്യാസം മാറ്റപ്പെട്ടു. അപ്പം വീടിനുള്ളിലെ അടിസ്ഥാന വിദ്യാഭ്യാസ അറിവുകളിൽ നിന്നും ആർജിച്ച അമ്മയിൽ നിന്നും അച്ഛനിൽ നിന്നും അവന് സഹോദരങ്ങളിൽ നിന്നും കുടുംബത്തിലെ മറ്റംഗങ്ങളിൽ നിന്നും അവിടുത്തെ സാഹചര്യങ്ങളിൽ നിന്നും മനസ്സിലാക്കിയ അല്ലെങ്കിൽ സ്വാംശീകരിച്ച ആ അറിവുകളിൽ വെച്ചുകൊണ്ട് സമൂഹത്തിൻ്റെ ഒരു ചെറുപതിപ്പായിട്ടുള്ള സ്കൂളിലേക്ക് കുട്ടി പോവുകയാണ്. അപ്പം വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് വിദ്യാഭ്യാസം മാറ്റപ്പെടുന്നു. അതൊരു നവോത്ഥാനമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം സ്കൂളെന്ന് പറയുന്നത് അവൻ നാളെ അഭിമുഖീകരിക്കേണ്ടി വരുന്ന സമൂഹത്തിൻ്റെ ഒരു ചെറുപതിപ്പാണ്. അതാണ് ഈ സിംബോളിക്, അടിസ്ഥാനപരമായിട്ടുള്ള ഈ ഒരു സംഭവം. അപ്പം ഈ ചെറുപതിപ്പ് സ്കൂളെന്ന് പറയുന്ന അവിടെ വിവിധ തരത്തിലുള്ള വിദ്യാർത്ഥികളുമായിട്ട് ഇടപഴകേണ്ടി വരുന്നു. ഒരു സമൂഹത്തിൽ ഒരാളെങ്ങനെ പെരുമാറണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള പല പാഠങ്ങളും അവിടെ നിന്ന് പഠിക്കുന്നു. മനുഷ്യനൊരു സമൂഹ ജീവിയാണെന്നുള്ളതിൻ്റെ ചില ഏടുകൾ അവിടെ വെച്ച് കുട്ടികൾക്ക് മനസ്സിലാവുന്നു. ഒരു സമൂഹത്തിൽ ഒരു നല്ല സമൂഹ ജീവിയായിട്ട് മാറാൻ തൻ്റെ സ്വഭാവത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തേണ്ടിയിരിക്കുന്നു എന്ന് കുട്ടി ചില പാഠങ്ങൾ അവിടെ നിന്ന് പഠിക്കുന്നു. അനുസരിക്കാനും അനുസരിപ്പിക്കാനും വിധേയപ്പെടുവാനും സ്നേഹിക്കുവാനും സഹിക്കുവാനും എല്ലാം അവിടെ പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. കൊടുക്കലുകളും വാങ്ങലുകളും പഠിക്കുന്നു. നഷ്ടങ്ങളെയും ലാഭങ്ങളെയും കുറിച്ച് മനസ്സിലാക്കുന്നു. അപ്പം ഇങ്ങനെയുള്ളൊരു വിദ്യാഭ്യാസ പ്രക്രിയയിലൂടെ യഥാർത്ഥ ജീവിതത്തിലേക്ക്, അതായത് യഥാർത്ഥ അർത്ഥതലത്തിലുള്ള ജീവിതത്തിലേക്ക് അവൻ മുതിർന്നു കഴിയുമ്പോൾ, ഒരു പൗരനായി മാറി സമൂഹത്തിൻ്റെ ഭാഗമായി മാറുമ്പോൾ അവിടെ എങ്ങനെയായിരിക്കണം പെരുമാറേണ്ടത്, എന്തൊക്കെയാണ് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെയാണ് ശരികൾ, എന്തൊക്കെയാണ് തെറ്റുകൾ, എന്തൊക്കെയാണ് നന്മയും എന്തൊക്കെയാണ് ത്യജിക്കേണ്ടത് എന്നൊക്കെ ഒത്തിരി കാര്യങ്ങൾ അവിടെ ആ സ്കൂളെന്ന് പറയുന്ന ആ സമൂഹത്തിൻ്റെ ചെറുപതിപ്പിൽ നിന്നും വിദ്യാഭ്യാസ പ്രക്രിയയിലൂടെ കുട്ടി ആർജിച്ച് ആ സമൂഹ ജീവിയായിട്ട് മാറുന്നു. ഇതാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്ന ഒരു തലത്തിൽ നിന്നുകൊണ്ട് നമ്മളതിൻ്റെ അർത്ഥം, ഒരു മനുഷ്യൻ്റെ അർത്ഥപൂർണമായിട്ടുള്ളൊരു ജീവിതത്തിന്, നല്ല സാമൂഹികവും എല്ലാവിധ അർത്ഥത്തിലുമുള്ളൊരു പരിസ്ഥിതിയിലേക്ക് ബന്ധപ്പെടുവാനായിട്ടും അതിനോടിണങ്ങി ജീവിക്കുവാനും മനുഷ്യനെ പ്രാപ്തമാക്കുന്ന സാമൂഹികമായ ഇടപെടലുകളും ബന്ധങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ മുന്നൊരുക്കങ്ങളും ഒക്കെയാണ് ഈ പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ലക്ഷ്യമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്. ഇനി ഏതൊക്കെ തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണുള്ളത്? ഇപ്പം ഞാൻ പറഞ്ഞു, ഓർഗനൈസേഷൻസും ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുമ്പോൾ ഓർഗനൈസേഷൻസിലാണ് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിലനിൽക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇവിടെ എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ളത്. ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ, കിൻഷിപ്പ്, മാരേജ്, ഫാമിലി, അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പോൾ ഒരു എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് ആ തലങ്ങളിൽ കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുന്നത്. അപ്പം നേരത്തെ തന്നെ സാമ്പത്തികമായിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറയുകയുണ്ടായി. എക്കണോമിക് ഡെവലപ്മെൻറ്റ്, സാമ്പത്തിക തലത്തിലുള്ള വികാസത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ നിർമ്മാണം, വിതരണം, ഇതൊക്കെയാണ് അതിനകത്ത്. നിർമ്മിക്കുക, അത് വിതരണം ചെയ്യുക. അപ്പം ഈ പറയുന്ന ഒരു രീതിയിൽ സമ്പത്ത് ആർജിക്കുക. അപ്പം നിർമ്മാണത്തിലൂടെ അതിൻ്റെ വിതരണ പ്രവർത്തനങ്ങളിലൂടെ സമ്പത്ത് ആർജിക്കുന്ന തലത്തിലുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു മാറ്റം ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ അല്ലെങ്കിൽ ഈ ഒരു തലത്തിൽ. ഇപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ തന്നെ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ
ഒരു വ്യക്തി, ഒരു മനുഷ്യൻ ഒരു സ്കൂളെന്ന് പറയുന്ന പാഠശാലയിലോ അല്ലെങ്കിൽ കലാലയങ്ങളിലൂടെ അല്ലെങ്കിൽ പഠനത്തിൻ്റെ വിവിധ തലങ്ങളിൽ നിന്നുകൊണ്ട് നാളെ എങ്ങനെ വളരെ പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു വ്യക്തിയായി മാറാം, തൻ്റേതായിട്ടുള്ള എന്ത് സംഭാവനയാണ് തൻ്റെ സമൂഹത്തിന് കൊടുക്കാൻ പറ്റുന്നത്, സാമ്പത്തികമായിട്ട് ഔന്നത്യമുള്ള, സാമ്പത്തികമായിട്ട് സ്ഥിരതയുള്ള ഒരു സമൂഹമായി മാറാനായിട്ട് തൻ്റെ ഭാഗത്തു നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ തനിക്ക് കൊടുക്കാൻ പറ്റും തുടങ്ങിയ കാര്യങ്ങളും ചർച്ചകളുമൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. അത്തരത്തിലുള്ള ചില പ്രാമുഖ്യങ്ങളാണ് ഈ എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്ന ഈ ഭാഗത്ത് വിശദമായിട്ട് വരുന്നത്. ഇനി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ. സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്തെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു, സമൂഹത്തിൻ്റെ ഒരു വികേന്ദ്രീകരണമാണത്. സമൂഹത്തിൻ്റെ വിവിധ തലത്തിൽ, അതായത് ഓരോരുത്തരുടെ സ്റ്റാറ്റസ് അനുസരിച്ച് അല്ലെങ്കിൽ ഓരോരുത്തർക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു സ്ഥാനം, ആ സ്ഥാനത്തിനെ കുറിച്ച് അല്ലെങ്കിൽ ഓരോ സമൂഹത്തിൽ ഓരോരുത്തർക്കും ആർജിക്കാൻ പറ്റുന്ന സ്ഥാനങ്ങളെ കുറിച്ചുള്ള ഒരു തലത്തിലുള്ള ഒരു പഠനം, അല്ലെങ്കിൽ ആ ഒരു തലത്തിലാണ് ഈ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ അല്ലെങ്കിൽ സാമൂഹ്യ വികേന്ദ്രീകരണം എന്ന് പറയുന്ന ഈ സാമൂഹിക പശ്ചാത്തലം അല്ലെങ്കിൽ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഇവിടെ നിലനിൽക്കുന്നത്. അടുത്തത് വിവാഹം, കുടുംബം, ബന്ധങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒരു കുടുംബം, നമ്മൾ പറയാറുണ്ട് കുടുംബം നന്നാകുമ്പോൾ ഒരു തൊട്ടടുത്തുള്ള സമൂഹം നന്നാകുന്നു എന്ന് പറയും. ആ കുടുംബം ഒരു മനുഷ്യൻ നന്നാകുമ്പോൾ കുടുംബം നന്നാകുന്നു, കുടുംബം നന്നാകുമ്പോൾ സമൂഹം നന്നാകുന്നു, സമൂഹം നന്നാകുമ്പോൾ മനുഷ്യരാശി തന്നെ നന്നാകുന്നു. അപ്പം അതിൽ ഈ ബന്ധങ്ങൾക്ക് എന്താണ് സ്ഥാനം? എന്തിനാണ് വിവാഹം? എന്താണ് ഒരു കുടുംബം? അപ്പം ഒരു പ്രത്യുൽപാദന പ്രക്രിയയിൽ അടിസ്ഥിതമായിട്ടുള്ള ഒരു കാര്യം മാത്രമായിട്ടല്ല വിവാഹം എന്ന ഒരു സങ്കല്പത്തെ നമ്മൾ കരുതുന്നത്. അപ്പം പ്രത്യുൽപാദനത്തിനൊപ്പം മൃഗങ്ങളിൽ നിന്നും മനുഷ്യനുള്ള വ്യത്യാസം അതാണ്. വളരെ കുറച്ച് മൃഗങ്ങളിൽ തന്നെ വളരെ ചെറിയ കൂട്ടര് മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു കുടുംബത്തെക്കുറിച്ചൊക്കെ ഉള്ളൊരു പ്രത്യേകതകളുണ്ട്. പക്ഷെ മനുഷ്യരാശിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കുടുംബത്തിന്. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് ജൈവികമായിട്ടുള്ള പ്രത്യുൽപാദന പ്രക്രിയയും സമൂഹത്തിൻ്റെ നിലനിൽപ്പുമാണ് അതിൻ്റെ അടിസ്ഥാന ആവശ്യമെങ്കിൽ പോലും ഒരു വിവാഹം എന്ന ഇൻസ്റ്റിറ്റ്യൂഷനിലൂടെ, വിവാഹത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നാണ് പറയുന്നത്, വിവാഹം എന്ന ഇൻസ്റ്റിറ്റ്യൂഷനിലൂടെ കുടുംബം എന്ന ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് ഒരാൾ പ്രവേശിക്കുന്നു. അവിടെ അതുപോലെ തന്നെയാണ് ബന്ധങ്ങളുടെ വിവിധ, തൻ്റെ കുടുംബത്തിൽ നിന്ന് പുതിയൊരു കുടുംബത്തിലേക്കും ഒക്കെ പോകുന്ന സമയത്ത് തൻ്റെ കുഞ്ഞുങ്ങൾ എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്കൊക്കെ വരുന്ന ആ ബന്ധം എങ്ങനെയാണ്, ആ ബന്ധത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു ബന്ധനത്തിൽ അധിഷ്ഠിതമായ ജീവിതമാണ് നമുക്കുള്ളത്. അപ്പോൾ ആ ബന്ധനം എന്തുകൊണ്ട് നമ്മൾ ഇഷ്ടപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ജൈവികമായിട്ടുള്ള ഒരു പ്രത്യുൽപാദന പ്രക്രിയയ്ക്കപ്പുറത്ത് മറ്റെന്തൊക്കെയോ മൂല്യങ്ങൾ ആ വിവാഹത്തിനും അതുപോലെ തന്നെ അതിൽ നിന്ന് അധിഷ്ഠിതമായുള്ള ആ കുടുംബ ജീവിതത്തിനും നമ്മൾ പ്രാമുഖ്യം കൽപ്പിക്കുന്നു, ബന്ധങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്നു. അപ്പം ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇത്തരത്തിലുള്ള ഒരു മേഖലകളിലാണ് കൂടുതൽ പ്രാമുഖ്യം കാണാറുള്ളത്. പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഒരു രാജ്യത്തിൻ്റെ നിലനിൽപ്പെന്ന് പറയുന്നത് തന്നെ രാഷ്ട്രത്തിൽ, അല്ലെങ്കിൽ രാഷ്ട്രമെന്ന് പറയുന്നത് രാഷ്ട്രീയമായിട്ടും രാഷ്ട്രീയമെന്ന് പറയുന്നത് രാഷ്ട്രമായിട്ടും കരുതുന്നൊരു കാലഘട്ടത്തിലാണ് നാം ഉള്ളത്. ചില തലങ്ങളിൽ നമുക്കതിനെ വേർതിരിച്ചറിയാൻ പോലും പറ്റുന്നില്ല, രാഷ്ട്രമാണോ രാഷ്ട്രീയമാണോ എന്ന് മനസ്സിലാവുന്നില്ല. എന്ന് പറയുന്നത് പോലെ ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് രാഷ്ട്രത്തിന് വേണ്ടിയുള്ളത് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ രാഷ്ട്രത്തിന് ഏറ്റവും നല്ലത് കിട്ടുക, തൻ്റെ രാഷ്ട്രത്തിന് അല്ലെങ്കിൽ തൻ്റെ രാജ്യത്തിന് ഏറ്റവും നല്ല കാര്യങ്ങൾ കൊടുക്കാനായിട്ട് ആ പൊളിറ്റിക്കൽ എന്ന് പറയുന്നതിനകത്ത് കുറച്ചുകൂടെ അധികാരം എന്ന് പറയുന്ന, ശക്തി എന്ന് പറയുന്ന ഒരു സംഭവം കൂടെ അതിനകത്ത് കയറി വരുന്നുണ്ട്. അധികാരം, അവിടെ അധികാരമാണ്, അധികാരത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ആ ഒരു ശക്തി കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു സംഭവമായിട്ട് തൻ്റെ രാജ്യത്തെ നയിക്കാനും നിർമ്മിക്കാനും അല്ലെങ്കിൽ ഉയർത്തിക്കൊണ്ടുവരുവാനുമുള്ള ഒരു തലത്തിൽ പ്രവർത്തിക്കുമ്പോഴാണ് അതൊരു പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് മാറുന്നത്. അതൊക്കെയാണ് പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത്. എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് കുടുംബം, വിവാഹം, വിവാഹം എന്നത്, അതുപോലെ രാഷ്ട്രീയമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇനി എന്തൊക്കെ
വീക്ഷണങ്ങളാണ് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒതുങ്ങുന്ന കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ പറയുന്നത്. എന്തൊക്കെ ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നതിനേക്കാൾ ഒരു സാമൂഹികമായിട്ടുള്ള ഈ സംഘടനത്തില് ഒന്ന് സംഘടനയും ഒന്ന് സംഘാടകത്വവുമാണ്. അപ്പം ഈ സംഘം, ഈ ഇൻസ്റ്റിറ്റ്യൂഷനകത്ത് അല്ലെങ്കിൽ ഇതിന്റെ ഒരു വീക്ഷണം എന്താണ്? അപ്പം 3 തലത്തിലാണ് അതിന്റെ ഒരു വീക്ഷണം വരുന്നത്. ഒന്ന് ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവ്, ഫങ്ഷൻ, അതിന്റെ ധാർമ്മികത, ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള വീക്ഷണം. അതുപോലെ കോൺഫ്ലിക്റ്റ് പെർസ്പെക്റ്റീവ്. കോൺഫ്ലിക്റ്റ് പെർസ്പെക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കുറച്ചുകൂടെ ഒരു കമ്പോണന്റ് ആയിട്ട് മാറി. ബേസിക് അടിസ്ഥാനപരമായിട്ടുള്ള, അതായത് ഒരു ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവ് വിഷൻ ഓഫ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സമൂഹത്തിന്റെ സർവതോമുഖമായ വളർച്ചയ്ക്ക് വേണ്ടി എല്ലാ തലങ്ങളിലും ആ ഫങ്ഷൻ അല്ലെങ്കിൽ ആ പ്രവർത്തനോത്മുഖമായിട്ടുള്ള ഒരു വീക്ഷണമാണ്. അല്ലെങ്കിൽ പ്രവർത്തനം എന്ന് പറയുന്നത് എങ്ങനെയാണ്? വളരെ പിന്നെ എന്താ പറയുക, ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഗുണം അതിനകത്തുനിന്ന് കിട്ടണം. അത് ആ ഫങ്ഷനിൽ നിന്നും അതിനകത്തൊരു പിന്നെ ഒരു ഗുണം, ഒരു റിസൾട്ട് ഉണ്ടായിരിക്കണം. അപ്പൊ ആ ഒരു ഫങ്ഷൻ, അതിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു വീക്ഷണം, അതായത് അത് പൂർണ്ണമായിട്ടും ആ സമൂഹത്തിന് വേണ്ടി എങ്ങനെ പ്രവർത്തിക്കുന്നു, എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നത്. അതൊരു ചെറിയ തലത്തിലുള്ള പ്രവർത്തനമല്ല, ആകെ മൊത്തം ആ സമൂഹത്തിന്റെ സർവതോമുഖമായ വളർച്ചയ്ക്ക് വേണ്ടി അടിസ്ഥാനപരമായ ഘടകങ്ങൾ മുതൽ ഏറ്റവും വികേന്ദ്രീകൃതമായിട്ടുള്ള വ്യത്യസ്തമായ എല്ലാ തലങ്ങളിലും അധിഷ്ഠിതമായി പ്രവർത്തിച്ച് അതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കുന്നതിനെയാണ് നമ്മളൊരു ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത്. പക്ഷെ ഒരു കോൺഫ്ലിക്റ്റ് പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റ് തലത്തിലുള്ള ഒരു വീക്ഷണം എന്ന് പറയുന്നത് അടിസ്ഥാനമായ ആശയങ്ങൾ അല്ലെങ്കിൽ അടിസ്ഥാനമായ ആവശ്യങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു വീക്ഷണം. ഒരു മനുഷ്യന്റെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിന്റെ അടിസ്ഥാന ആശയങ്ങളും ആവശ്യങ്ങളും കേന്ദ്രീകരിക്കുമ്പോൾ അതൊരു കോൺഫ്ലിക്റ്റ് പെർസ്പെക്റ്റീവിലേക്ക് വരുന്നു. ഒരു ഇൻട്രാക്ഷനിസ്റ്റ് പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നാൽ ഈ രണ്ടെണ്ണത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് എങ്ങനെയാണ് ഈ ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവും കോൺഫ്ലിക്റ്റ് പെർസ്പെക്റ്റീവ്സിലും ഈ എങ്ങനെയാണ് ഈ ഇത് നടക്കുന്നത്, അതായത് ആശയവിനിമയം അല്ലെങ്കിൽ ഇടപെടലുകൾ എങ്ങനെ നടക്കുന്നു എന്ന ഒരു നിലയിൽ നിന്നുകൊണ്ടാണ് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രവർത്തിക്കുന്നത്. ഒരു ഉദാഹരണത്തിന് ഒരു ടീച്ചറിന്റെ ഒരു റോള്, ഒരു സ്കൂൾ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനിൽ, വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ടീച്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ടീച്ചറിന്റെ ഇന്ററാക്ഷൻസ് അല്ലെങ്കിൽ ടീച്ചറിന്റെ മറ്റുള്ളവരുമായിട്ടുള്ള ഇടപെടലുകൾ, അപ്പൊ അതിൽ വ്യത്യാസമുണ്ട്. അപ്പൊ ഒരു വിദ്യാഭ്യാസ പ്രക്രിയയിൽ വെച്ച് നോക്കുമ്പോൾ കുട്ടികളുമായിട്ടുള്ള ടീച്ചറിന്റെ ഇടപെടലുകൾ വ്യത്യസ്തമാണ് പിന്നെ മാതാപിതാക്കളുമായിട്ടുള്ള ഇടപെടലുകൾ നോക്കുമ്പോൾ. കുട്ടികളുടെ മാതാപിതാക്കളിൽ നിന്നും ഉള്ള ഇടപെടലുകളിൽ നിന്നും വ്യത്യസ്തമായ തലത്തിലുള്ള ഇടപെടലുകളാണ് ടീച്ചർ കുട്ടികളോട് കാണിക്കുന്നത്. അതുപോലെ തന്നെ അവരുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് ഇപ്പം ഒരു PTA അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റ് സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങളിലൊക്കെ ഒരു ടീച്ചർ ഇടപെടുന്നത് പല രീതിയിലായിരിക്കും. അപ്പം ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലെ വ്യത്യസ്ത തലത്തിലുള്ള അല്ലെങ്കിൽ തരത്തിലുള്ള ഇടപെടലുകൾ നടക്കുന്നു. അതിനെ അധിഷ്ഠിതമായിട്ടുള്ള ഒരു വീക്ഷണം അല്ലെങ്കിൽ പഠനം ആണ് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ 3 തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷന്റെ പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ വീക്ഷണം എന്ന് പറയുന്നത്. അപ്പോൾ ഓർഗനൈസേഷനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഓർഗനൈസേഷന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. ഈ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഓരോന്നിൽ നിന്നും, അതായത് ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഒരു കൂട്ടം, അതിനകത്ത് ഇപ്പം സ്കൂൾ എന്ന് പറയുന്ന ആ ഓർഗനൈസേഷനാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫർ ചെയ്യുന്നത്. അപ്പം ആ മൊത്തത്തിലുള്ള ആ ഒരു സംഘടനയ്ക്ക് അല്ലെങ്കിൽ സംഘാടകത്വത്തിന് അതിനൊരു എഫക്റ്റ്, അതിൻ്റെ ഒരു ഫലപ്രാപ്തി എന്ന് പറയുന്നത് പരസ്പര പൂരകമാണ്. ഒരു കൂട്ടർക്ക് മാത്രമല്ല അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നത്, 2 കൂട്ടർക്ക് ഒരുപോലെ ലാഭകരമായിട്ടുള്ള കാര്യമാണ്. കാരണം ഇപ്പോൾ ഒരു സ്കൂൾ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർ വിദ്യ ആർജിച്ചുകൊണ്ട് പോകുന്നു. അതോടൊപ്പം ഇവിടെ
ഒരു ഓർഗനൈസേഷൻ നല്ല രീതിയിൽ വളർന്ന് പന്തലിച്ച് അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാവർക്കും, ബന്ധപ്പെട്ട് ജീവിക്കുന്ന എല്ലാവർക്കും ജീവിതത്തിനുള്ള മാർഗങ്ങളും അവരുടെ ജീവിത രീതികൾക്കും കൂടെ നിശ്ചിതമായിട്ടുള്ള രീതിയിലാണ് അത് പോകുന്നത്. അപ്പം അതുകൊണ്ടാണ് പരസ്പര പൂരകമായിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ, ഇപ്പോൾ ട്രേഡ് യൂണിയനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ, ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷനാണ്. അതിനകത്തുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ബിസിനസ് എന്ന് പറയുന്നത്, ആ ഒരു എക്സ്ചേഞ്ച്. അപ്പം ഈ ബിസിനസ് എന്ന് പറയുന്നതിനകത്ത് എന്താണ്, രണ്ട് കൂട്ടരുമുണ്ട്. ഏറ്റവും ഗുണം ലഭിക്കുന്നത് അതിൻ്റെ ഉടമസ്ഥതയിലുള്ളവർക്കാണ്, അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൻ്റെ മാനേജേഴ്സിനും അല്ലെങ്കിൽ അതിൻ്റെ ഉടമസ്ഥർക്കുമാണ് ഈ ബിസിനസ് എന്ന് പറയുന്ന ഒരു സംഭവം ഓർഗനൈസേഷനിൽ ലാഭം കൂടുതൽ കിട്ടുന്നത്. ഇനി സർവീസിനെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള, സർവീസിന് അധിഷ്ഠിതമായിട്ടുള്ള ഒരു ഓർഗനൈസേഷനെ കുറിച്ച് ചിന്തിച്ചാൽ അതിൻ്റെ ഗുണം കിട്ടുന്നത് അതിലെ ക്ലയൻസിനാണ്, അതുപോലെ തന്നെ പൊതു സമൂഹത്തിനാണ്. അവിടേക്ക് ചെല്ലുന്ന ആളുകൾക്കാണ് അതിൻ്റെ ഗുണം ലഭിക്കുന്നത്. ഇനി കോമൺവെൽത്ത് നമ്മൾ പറയുകയാണെങ്കിൽ പൊതുവായിട്ടുള്ള പല കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് ഏറ്റവും നല്ല അതിൻ്റെ ഗുണഭോക്താവെന്ന് പറയുന്നത് ഒരു വലിയ സമൂഹമായിരിക്കും. അപ്പം ഒരു പരസ്പര പൂരകമായിട്ടുള്ള ഒരു ഓർഗനൈസേഷൻസ് ഉണ്ട്, ബിസിനസ് തലത്തിലുള്ള ഓർഗനൈസേഷൻസ് ഉണ്ട്, സർവീസ് തലത്തിലുള്ള ഓർഗനൈസേഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു കോമൺവെൽത്ത് എന്ന് പറയുന്ന തലത്തിൽ കൂടുതൽ ഒരു പൊതുവായിട്ടുള്ള ഒരു വലിയ ജനസമൂഹത്തിന് അതിൻ്റെ ആ സമൂഹം അതിൻ്റെ ബെനിഫിഷ്യറി ആയിട്ട് വരുന്നത്, അതിൻ്റെ ഉപഭോക്താക്കളും ഗുണഭോക്താക്കളുമായി വരുന്ന ഒരു സംഭവം. ഇനി എന്താണ് ഒരു ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന് പറയുന്നത്? എന്താണ് ഓർഗനൈസേഷണൽ ബിഹേവിയർ? അപ്പോൾ ഇതിൽ ജനങ്ങൾ അല്ലെങ്കിൽ വ്യക്തികൾ ഒരു ഓർഗനൈസേഷൻ രൂപീകൃതമാകുക എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള ജനങ്ങൾ അതിനകത്തേക്ക് കൂടിച്ചേരുമ്പോഴാണ് എന്ത് ചെയ്യുക, ഒരു ഓർഗനൈസേഷൻ ഉണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലുള്ള ഓരോ വ്യക്തികൾക്കും അവരുടേതായിട്ടുള്ള ചില റോളുകളുണ്ട്, ചില ഉത്തരവാദിത്തങ്ങൾ നിവർത്തിക്കാനുണ്ട്. അതായത് എന്ത് ജോലിയാണ് അവർ ചെയ്യേണ്ടതെന്ന്. അപ്പം സ്വാഭാവികമായിട്ടും ആ ഉത്തരവാദിത്തങ്ങൾ അതിൽ ഓരോ വ്യക്തികളുടെയും വ്യക്തിത്വത്തെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. ഒന്ന് പ്രധാനമായിട്ട് അതിനകത്ത് വരുന്ന ഒരു ഓർഗനൈസേഷണൽ ബിഹേവിയറാണ് അതിലെ അംഗങ്ങൾക്ക് ആ സംഘടനയോടുള്ള അല്ലെങ്കിൽ ആ ഓർഗനൈസേഷനോടുള്ള മനോഭാവം. അത് വളരെ പ്രധാനമാണ്. ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സംഘടനയിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു, ഒരു സംഘത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ചിന്തിക്കുന്നത് അവരുടെ മാനസികമായിട്ടുള്ള ഒരു മനോഭാവം, അതിനോടുള്ളൊരു ഇഷ്ടം, അല്ലെങ്കിൽ അതാണ് ആ സമൂഹത്തിൽ നിന്നുകൊണ്ട് തൻ്റെ റോളുകൾ കൃത്യമായി നിവർത്തിക്കാൻ അവരെ സഹായിക്കുന്നത്. മറ്റൊന്ന് റോൾസ് ദാറ്റ് മെമ്പേഴ്സ് ആർ അസൈൻഡ്, എന്ത് സ്ഥാനമാണ് ഓരോരുത്തർക്കും കൽപ്പിച്ചു കൊടുത്തിട്ടുള്ളത്, അല്ലേ? അപ്പം മനോഭാവം ആ ഒരു ഓർഗനൈസേഷണൽ സ്വഭാവത്തിനെ വളരെയധികം സ്വാധീനിക്കുന്നു എന്ന് പറയുന്ന പോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഒരു ട്രേഡ് യൂണിയൻ എടുക്കുന്നു, അതിനകത്ത് ഒരു ഇലക്ഷൻ നടക്കുന്നു, അതിൽ നിന്ന് സ്ഥാനമാനങ്ങൾ ഓരോരുത്തർക്ക് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുന്നു എന്നിരിക്കട്ടെ. അപ്പോൾ ആ സ്ഥാനമാനങ്ങൾ സ്വീകരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവർക്ക് മാറ്റം വരുന്നു. ആർക്കാണോ ആ സ്ഥാനമാനങ്ങൾ ലഭിച്ചത്, ആരാണോ സ്ഥാനത്തേക്ക് വന്നത്, അടുത്ത നിമിഷം മുതൽ അല്ലെങ്കിൽ അടുത്ത ദിനം മുതൽ തന്നെ ആ ഉത്തരവാദിത്വത്തോടു കൂടി പ്രവർത്തിക്കാൻ, അപ്പം എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം എന്തെന്ന് ഞാൻ മനസ്സിലാക്കി അതിനനുസരിച്ച് ആ സമൂഹത്തിൽ പ്രവർത്തിക്കാനുള്ളൊരു തീരുമാനവും മനോഭാവവും എന്നിൽ ഡെവലപ്പ് ചെയ്യാൻ, എന്നിൽ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുന്നുണ്ട്. അതാണ് ഈ ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന് പറയുന്നത്. ഒരു ഓർഗനൈസേഷൻ്റെ ഭാഗമായി വരുമ്പോഴുണ്ടാകുന്ന ഒരു മനോഭാവവും ആ ഓർഗനൈസേഷനോടുള്ള ഒരു മനോഭാവം തന്നെ വളരെ പ്രധാനമാണ്. അപ്പം എന്തിനു വേണ്ടി നിലകൊള്ളുന്ന ഒരു ഓർഗനൈസേഷനാണ് എന്നുള്ളതനുസരിച്ചിട്ടാണ് എത്രമാത്രം പോസിറ്റീവായിട്ടാണുള്ള മനോഭാവങ്ങൾ ആവിഷ്കരിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ലഭ്യമാകുന്ന സ്ഥാനങ്ങൾ ആ സ്ഥാനത്തിനനുസൃതമായിട്ടുള്ള ഒരു പ്രവർത്തന മികവ് കാഴ്ചവെക്കാൻ നമ്മെ ഓരോരുത്തരെയും നിർബന്ധിക്കുന്നതും ആ സ്ഥാനം നമ്മളിലേക്ക്
വന്നു ചേർന്നത് കൊണ്ട്. അപ്പം ഇതിൽ യൂണിറ്റ് 9 ഓർഗനൈസേഷൻ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന പാഠഭാഗത്തെക്കുറിച്ച് ആണ് നമ്മൾ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സംസാരിച്ചത്. ഇനി നമുക്ക് സംസാരിക്കാനുള്ളത് യൂണിറ്റ് 10 സ്റ്റാറ്റസ് ആൻഡ് റോൾ എന്ന് പറയുന്ന പാഠഭാഗത്തെക്കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. എന്താണ് നമ്മളെപ്പോഴും കേട്ടിട്ടുള്ളതാണ്. അപ്പം നേരത്തെ നമ്മൾ ഓർഗനൈസേഷൻ, ഇൻസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞതുപോലെ തന്നെ ഓർഗനൈസേഷനും ഇൻസ്റ്റിറ്റ്യൂഷനും നമ്മൾ ഏകദേശം ഒരേപോലെ തന്നെ ഉപയോഗിച്ചിരുന്നു എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഈ സ്റ്റാറ്റസ് ആൻഡ് റോൾ. സ്റ്റാറ്റസും റോളും തമ്മിലുള്ള പ്രത്യേകതകൾ പറയുമ്പോഴും നമ്മൾ ഇതേ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. പലപ്പോഴും നമ്മൾ സ്റ്റാറ്റസിനെയും റോളിനെയും ഒന്ന് തന്നെയായിട്ടാണ് ചില ഒരു സ്വാഭാവികമായിട്ടുള്ള സാധാരണമായിട്ടുള്ള ഇടപെടലുകളിലൊക്കെ പറഞ്ഞു പോരുന്നത്. അപ്പോൾ ഈ പാഠഭാഗം എന്തൊക്കെയാണ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്റ്റാറ്റസ് എന്നാൽ എന്ന ആശയം അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ അടിസ്ഥാനം, ഈ സ്റ്റാറ്റസും റോളും തമ്മിലുള്ള ബന്ധം എന്ത്, വിവിധ തരത്തിലുള്ള സ്റ്റാറ്റസുകൾ ഏതെല്ലാം, റോളിൻ്റെ ഒരു ആശയം എന്താണ്, അതുപോലെ തന്നെ ഒരു റോള് മനസ്സിലാക്കാനായിട്ടുള്ള നമുക്കുള്ള മാർഗങ്ങൾ ഏതൊക്കെയാണ്, റോളെന്ന് പറയുന്നതിന് നമുക്ക് വിവിധ ഘടകങ്ങളായിട്ട് പിന്നെ പഠിക്കാനായിട്ട് സാധിക്കുമോ, അതുപോലെ തന്നെ വളരെ ലളിതവും സങ്കീർണവുമായിട്ടുള്ള സമൂഹത്തിൽ റോളുകൾ എങ്ങനെയാണ് കൊടുക്കപ്പെടുന്നത് അല്ലെങ്കിൽ അവിടെ എങ്ങനെയാണ് അത് അസൈൻ ചെയ്യുന്നത്, അതുപോലെ തന്നെ റോളിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള തലങ്ങളെക്കുറിച്ചുമാണ് ഈ പാഠഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഇനി എന്താണ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത്? പലപ്പോഴും നമ്മൾ വിചാരിക്കും സ്റ്റാറ്റസും റോളും ഒന്നാണ്, ഏകദേശം ഒരുപോലെയാണെന്ന് തോന്നും എന്നൊക്കെ നമ്മൾ ധരിക്കാറുണ്ട്. അപ്പോൾ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ ഒരു സമൂഹത്തിൽ ആർജിക്കുന്ന സ്ഥാനമാണ്, അല്ലെങ്കിൽ അയാൾ ഉപയോഗിക്കുന്ന ആ സ്ഥാനമാണ്, അല്ലെങ്കിൽ അയാൾക്ക് കൊടുത്തിരിക്കുന്ന ആ സ്ഥാനമാണ് നമ്മൾ സ്റ്റാറ്റസ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വളരെ പല തരങ്ങളിലുള്ള സ്റ്റാറ്റസുകളിലൂടെ കടന്നു പോകാറുണ്ട്. അപ്പോൾ പ്രായത്തിനനുസരിച്ച്, പിന്നെ ജെൻഡർ, പുരുഷനാണോ സ്ത്രീയാണോ എന്നുള്ളതിനെ അടിസ്ഥാനമാക്കി, ക്ലാസ്, ഏത് ക്ലാസ്സിൽ അവർ പെടുന്നു എന്നുള്ളത്, ഏത് തൊഴിൽ ആണ് അവർ ചെയ്യുന്നത്, എന്ത് തരത്തിലുള്ള വിദ്യാഭ്യാസമാണ് അവർക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പല കാര്യങ്ങളും ഒരു മനുഷ്യൻ്റെ സ്റ്റാറ്റസ് തീരുമാനിക്കുന്നതിന് വളരെ പ്രസക്തമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ പ്രായത്തിനനുസരിച്ചിട്ട് ഇപ്പം തന്നെ നമ്മളൊരു കുടുംബത്തിലെ തന്നെ നോക്കുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു കുട്ടിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു കുട്ടിയായിരിക്കുന്ന കാലഘട്ടത്തിൽ എല്ലാവരുടെയും പരിഗണനയും സ്നേഹവും ധാരാളം, ചെറിയ കുഞ്ഞായിരിക്കുമ്പോൾ എല്ലാവരുടെയും പരിഗണനയും വാത്സല്യവും ഒക്കെ നിറഞ്ഞ് പല സാമൂഹികമായിട്ടുള്ള പശ്ചാത്തലത്തിലൂടെ വളർന്ന് യൗവനയുക്തമാകുന്ന സമയത്ത് അവരൊരു കുടുംബത്തിലേക്ക് പോകുന്നു. അപ്പം മകൻ എന്ന് പറയുന്ന ഒരു സ്ഥാനത്ത് നിന്ന്, അല്ലെങ്കിൽ മകളെന്ന് പറയുന്ന ഒരു സ്ഥാനത്ത് നിന്നുകൊണ്ട് വളർച്ചയുടെ ഒരു ഘട്ടത്തിലൂടെ അവരൊരു വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ മകൻ എന്ന് പറയുന്ന ഒരു സ്ഥാനം നിൽക്കുന്നതോടൊപ്പം തന്നെ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ എന്ന് പറയുന്ന, അല്ലെങ്കിൽ കുടുംബനാഥൻ അല്ലെങ്കിൽ കുടുംബനാഥ എന്ന് പറയുന്ന ഒരു പുതിയ ഒരു സ്റ്റാറ്റസിലേക്ക് അവർ വരും. അതും കഴിഞ്ഞിട്ട് കൂടുതൽ പോകുമ്പോഴത്തേക്ക് അച്ഛനമ്മ എന്ന് പറയുന്ന ഒരു പുതിയ സ്റ്റാറ്റസ് വരുന്നവർക്ക്, പിന്നെ മുത്തശ്ശനായി, മുത്തശ്ശിയായി. അപ്പം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ തന്നെ പലതരത്തിലുള്ള പ്രായത്തിനനുസൃതമായിട്ട് പല കാര്യങ്ങൾ വരുന്നവർക്ക് കിട്ടുന്ന ഒരു, അപ്പം ഞാൻ പറഞ്ഞതിനകത്ത് കുറച്ചവരുടെ റോളുകൾ മാറുന്നുണ്ട്. അതായത് ആ ഒരു സ്റ്റാറ്റസിൽ ഇരിക്കുമ്പോൾ അവരുടെ ഉത്തരവാദിത്തങ്ങൾ വ്യത്യാസമാണ്. ഒരു ഭർത്താവെന്ന അല്ലെങ്കിൽ ഒരു കുടുംബനാഥൻ എന്ന നിലയിലുള്ള ഉത്തരവാദിത്വവും ഒരു മുത്തച്ഛൻ എന്ന സ്നേഹനിധിയായ മുത്തച്ഛൻ്റെ ഉത്തരവാദിത്വവും വ്യത്യാസമാണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം അതുകൊണ്ടാണ് അവരുടെ ജീവിതത്തിലെ പലതരത്തിലുള്ള സ്റ്റാറ്റസുകൾ അവരുടെ പ്രായത്തിനും അവരുടെ ജെൻഡറിനും അനുസരിച്ച് അവർക്ക് പിന്നെ ഉൾപ്പെടുന്ന ക്ലാസ്സിനും അവരുടെ തൊഴിലിനും അവരുടെ വിദ്യാഭ്യാസത്തിനുമൊക്കെ അധിഷ്ഠിതമായിരിക്കും. അപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യമുണ്ട്, ഈ സ്റ്റാറ്റസ് നിശ്ചയിക്കുന്ന
കാര്യങ്ങളിൽ എവിടെ നിന്നാണ് വിദ്യാഭ്യാസം ചെയ്തതെന്ന് പോലും ഒരു സ്റ്റാറ്റസിൻ്റെ ഒരു ഭാഗമായിട്ടൊക്കെ. അല്ലാതെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് എപ്പോഴും വെൽത്ത് എന്നുള്ള ഒരു അർത്ഥത്തിലല്ല, പണത്തിൻ്റെ സമ്പത്തിൻ്റെ ഒരു ഘടകമായിട്ട് വരുന്നെന്ന് മാത്രമേ. അപ്പം അതുകൊണ്ട് തന്നെ നല്ല പണമുള്ള ധനാഢ്യനായ ഒരാൾക്കും ഒട്ടും പണമില്ലാത്ത മറ്റൊരാൾക്കും ഒരേ സ്റ്റാറ്റസിലേക്ക് പലപ്പോഴും എത്താൻ പറ്റും. അല്ല പ്രത്യേക ചില കാര്യങ്ങൾ. ഇപ്പോൾ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ് ഇതിൻ്റെ ഒരു സ്റ്റാറ്റസ് എന്ന് പറയുന്നത് പണം എന്ന് പറയുന്ന ഘടനയുടെ അടിസ്ഥാനമല്ല. അപ്പോൾ അവിടെ ഒരു വ്യത്യസ്തമായ സ്റ്റാറ്റസ്, രണ്ടു കൂട്ടർക്കും ഒരേപോലത്തെ സ്റ്റാറ്റസ് കിട്ടുന്നുണ്ട്. അപ്പം സ്റ്റാറ്റസ് എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്, അവരുടെ അവകാശങ്ങളും ജോലികളും. കളക്ഷൻ ഓഫ്, അതായത് അവകാശങ്ങളുടെയും ഉത്തരവാദിത്തങ്ങളുടെയും ഒരു കൂട്ടമാണ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. ഈ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് തീരുമാനിക്കുന്നത് പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ നമുക്ക് അതായത് ഒരു സ്ഥാനമാനങ്ങളെ നിശ്ചയിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന അടിസ്ഥാനമായ പല ഘടകങ്ങളും ഇതിനകത്ത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പം വിദേശ കാര്യങ്ങളിലൊക്കെ നിൽക്കുന്ന വർണ്ണവിവേചനവും തുടങ്ങിയ കാര്യങ്ങൾ, നേരത്തെ ഉള്ള പല കാര്യങ്ങളുമൊക്കെ നമ്മൾ പഠന വിഷയമാക്കുമ്പോഴും ഇപ്പം നമ്മുടെ പശ്ചാത്തലത്തിൽ തന്നെ ജാതീയമായ വിവേചനങ്ങൾ നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുമ്പോൾ പോലും വളരെ പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ടുള്ള, അതായത് ഒരു വ്യക്തിയുടെ ജന്മം കൊണ്ടുണ്ടാകുന്ന ഒരു സ്റ്റാറ്റസ്, അവർക്ക് കിട്ടുന്ന ആ ഒരു സ്ഥാനത്തെ അത് പല രീതിയിലും അത് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഒക്കെ അതിനകത്ത് ഒരു അവരുടെ സ്ഥാനം അളക്കുന്നതിനുള്ള ഒരു അളവുകോലായിട്ട് ഉപയോഗിച്ചു. ഇനി ഏതൊക്കെ തരത്തിലുള്ള സ്റ്റാറ്റസ് ആണ് ഉള്ളത്? അസ്ക്രൈബ്ഡ് ആൻഡ് അച്ചീവ്ഡ് സ്റ്റാറ്റസ്. അസ്ക്രൈബ്ഡ് എന്ന് വെച്ചാൽ അവരുടെ യാതൊരു വിധമായ സംഭാവനകളും, അതായത് സ്വന്തമായ കഴിവുകളോ നേട്ടങ്ങളോ ഒന്നുമില്ലെങ്കിൽ പോലും ഒരു മനുഷ്യൻ അതിൻ്റെ കഴിവുകൾക്കോ കഴിവില്ലായ്മയ്ക്കോ ഒന്നും അടിസ്ഥാനമില്ലാതെ ജന്മം കൊണ്ട് മാത്രം ആ മനുഷ്യൻ ആർജിക്കുന്ന ഒരു സ്ഥാനത്തിന് നമ്മൾ അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് എന്ന് പറയും. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കും, ഇപ്പോൾ ജാതീയമായിട്ടുള്ള വേർതിരിവുകളെ കുറിച്ചൊക്കെ ചിന്തിക്കുന്ന സമയത്ത് ഇപ്പോൾ ബ്രാഹ്മിൻ സമൂഹം എന്ന് പറയുന്ന ഒരു സമൂഹത്തിൽ നിന്നും ഒരു ദളിത് സമൂഹത്തിനെ കുറിച്ചുമൊക്കെ ചിന്തിക്കുന്ന സമയത്ത് ആ മനുഷ്യൻ്റെ ജന്മം കൊണ്ടുണ്ടാകുന്ന ഒരു സ്റ്റാറ്റസാണത്. അവരങ്ങനെ അപ്പം അവരുടെ കഴിവുകൾ ചിലപ്പോൾ പരാമർശിക്കപ്പെടുമ്പോൾ ജാതീയമായ ഡിഫറൻസ് ഉണ്ടെങ്കിൽ, വ്യത്യാസമുണ്ടെങ്കിൽ പോലും അവരുടെ കഴിവുകൾ അളക്കുന്ന സമയത്ത് ചിലപ്പോൾ അവർക്കൊരേ നിലവാരത്തിലൊക്കെ വരാൻ സാധിക്കും. പക്ഷേ അത് ജന്മം കൊണ്ട് മാത്രം അവരുടെ കഴിവുകളുടെ അടിസ്ഥാനമില്ലാതെ കിട്ടിയ ഒരു ഘടകമാണ് അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. ഇനി അച്ചീവ്ഡ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് എന്താണ്? മത്സരമാണത്. അതായത് ഓരോ വ്യക്തിയും തൻ്റെതായ സംഭാവനകൾ കൊടുക്കുകയാണ്. ജീവിതമെന്ന ഈ ഓട്ടപ്പന്തയത്തിൽ, ജീവിതമാകുന്ന ഈ മത്സരത്തിൽ വളരെയധികം പോരാടിയും പടവട്ടിയും നേടിയെടുക്കുന്ന ഒരു സ്റ്റാറ്റസാണ് അച്ചീവ്ഡ് സ്റ്റാറ്റസ്. അത് പഠനമാകാം, മറ്റു കാര്യങ്ങളാകാം, ഏത് തരത്തിലാണെങ്കിൽ പോലും അവിടെ നിന്നുകൊണ്ട് തൻ്റെ കഴിവുകൾ തെളിയിച്ചുകൊണ്ട് ആണ് ആ സ്റ്റാറ്റസ് ആ വ്യക്തി ആർജിക്കുന്നത്. അപ്പം അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് ഉണ്ട്, അച്ചീവ്ഡ് സ്റ്റാറ്റസ്. ഇനി ഈ അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസിനെ കുറിച്ചും അച്ചീവ്ഡ് സ്റ്റാറ്റസിനെ കുറിച്ചും ഒക്കെ പ്രത്യേകം പറയാനുണ്ട്. ഇപ്പം ഒരു ജന്മം കൊണ്ട് പല സ്ഥാനങ്ങളും നമുക്ക് സ്ഥാനമാനം, ഇപ്പം നമ്മുടെ കുടുംബത്തിൻ്റെ ഒരു വളരെ ജന്മിത്തമുള്ള ഒരു ഫാമിലിയിലാണ് ജനനമെങ്കിൽ അവർക്ക് കിട്ടുന്ന ഒരു സ്ഥാനം അല്ലെങ്കിൽ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ വ്യത്യാസമായിരിക്കും. പക്ഷേ ഒരു സാധാരണ ഒരു പാമരൻ്റെ വീട്ടിലാണ് ജനനമെങ്കിൽ ആ ജനനം കൊണ്ട്, അല്ലെങ്കിൽ അവരുടെ ക്ലാസ്, അവർ ഏത് ക്ലാസ്സിൽ പെടുന്നു, അല്ലെങ്കിൽ അവരുടെ തൊഴിൽ കൊണ്ട് ഒക്കെ അവർ ആർജിച്ചെടുത്ത ഒരു നിലവാരം അതിനകത്ത് ഉണ്ട്. ഇനി മാസ്റ്റർ സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഒരു സംഭവം. ഇപ്പോൾ ഈ ഏതെങ്കിലും ഒരു സ്റ്റാറ്റസ് മറ്റെല്ലാ സ്റ്റാറ്റസിനും മുകളിലേക്ക് ഇതായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെ ആണ് നമ്മൾ മാസ്റ്റർ സ്റ്റാറ്റസ് എന്ന് പറയും. അപ്പോൾ അത് നമ്മുടെ പുസ്തകത്തിൽ പരാമർശിച്ചിരിക്കുന്ന ഒരു കഥ, ഒരു ബോക്സിനകത്ത് ഒരു പരാമർശം കൊടുത്തിട്ടുണ്ടായിരുന്ന ദീപ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം രണ്ട് വ്യക്തികളെ കുറിച്ചാണ് അവിടെ പറയുന്നത്, ലളിത മാലിക്കും ദീപയും.
ഈ ദീപ എന്ന് പറയുന്ന കുട്ടി വീൽ ചെയറിലിരിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പം പാരാലിമ്പിക്സിനകത്ത് നിന്നും ദീപയും റിയോ ഒളിമ്പിക്സിൽ നിന്ന് ലളിത മാലിക്കും സമ്മാനം വാങ്ങിക്കുക, മെഡൽ. ദീപയുടെ വെള്ളി മെഡലും മറ്റേയാളുടേത് വെങ്കല മെഡലുമാണ്. പക്ഷേ ഈ വികലാംഗരുടെ മത്സരത്തിൽ നിന്നും വാങ്ങിച്ച ദീപയ്ക്ക് കിട്ടുന്നതിനേക്കാൾ സ്റ്റാറ്റസ്, അത് ഗവൺമെൻറ് തലത്തിലായാലും സമൂഹത്തിലായാലും കൂടുതൽ സമ്മാനങ്ങളും ഒക്കെ മറ്റേയാൾക്ക് ലഭിക്കുകയാണ്. കാരണം റിയോ ഒളിമ്പിക്സിൽ ചേർന്ന് ആദ്യമായിട്ട് ഒരു സ്വർണം വാങ്ങിയ ഇന്ത്യൻ വനിത എന്ന ഒരു അവസ്ഥ. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കിയേ, രണ്ടു കൂട്ടരും ഒരുപോലെ ഒരു സംഭാവനയാണ് നമ്മുടെ രാജ്യത്തിന് നൽകുന്നത്. എന്നിരുന്നാൽ പോലും ആ വികലാംഗത്വം ഈ പറയുന്ന ബാക്കി എല്ലാ സ്റ്റാറ്റസിനേക്ക് മുകളിൽ നിന്നു. കാരണം അവർക്ക് സ്ഥാനമാനങ്ങളും ഒക്കെ കൊടുക്കുമ്പോൾ ഉണ്ടായ കുറവെന്ന് പറയുന്നത് എന്തിനെ അടിസ്ഥാനമായിരുന്നു? മറ്റേ അതിലൊരു റിയോ ഒളിമ്പിക്സിലെ വികലാംഗരുടെ ഒരു ഒളിമ്പിക്സ് സംഭവത്തെക്കാളേറെ വലിയൊരു സംഭവമാണെന്ന്. അപ്പം രണ്ടു കൂട്ടരും ഇന്ത്യ മഹാരാജ്യത്തിന് സംഭാവന കൊടുത്തവരാണെങ്കിലും ആ സംഭാവനയിൽ ആ രണ്ട് തലങ്ങളിൽ ഒരു വ്യത്യാസം വന്നു. അപ്പം ആ ഒരു കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. അപ്പം തീർച്ചയായും കൂടുതൽ പാരാലിമ്പിക്സിലൊക്കെ ഉള്ളവരെ കൂടുതൽ, അതായത് ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാരെ കൂടുതൽ ഇത്തരത്തിലുള്ള സമ്മാനങ്ങൾ കൊടുക്കുകയും അല്ലെങ്കിൽ ബഹുമതികൾ കൊടുക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കഴിവുകൾ കുറഞ്ഞ ബലഹീനരായ ആൾക്കാർ പോലും വളരെ ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് കടന്നു വരാനുള്ള ഒരു മനസ്സ് അവർക്ക് ഉണ്ടായി വരും. അപ്പം ഇതിനകത്ത് റോള്, ഇപ്പം നേരത്തെ നമ്മൾ സ്റ്റാറ്റസ് പറഞ്ഞതിനകത്ത് തന്നെ പ്രധാനമായിട്ടുള്ളതാണ്. ഓരോ സ്റ്റാറ്റസിനും ഓരോ റോളുണ്ട്. ഇപ്പം നമ്മൾ ഒരു ഉദാഹരണത്തിന് നമ്മൾ നേരത്തെ ഒരു കുടുംബത്തെക്കുറിച്ച് പറഞ്ഞു. ഒരു കുഞ്ഞായിരിക്കുന്ന സമയത്ത് അതിൻ്റെ റോളെന്ന് പറയുന്നത് എല്ലാവരുടെയും സ്നേഹം പിടിച്ചു പറ്റുക, കളിച്ചിരികളിൽ മുഴുകി ജീവിക്കുക. പിന്നെ കാലക്രമേണ വിദ്യാഭ്യാസം തുടങ്ങിയ കാര്യങ്ങളിലൂടെ പോകും. അപ്പോൾ ഒരു വിദ്യാർത്ഥി ആയപ്പോൾ അതിൻ്റെ റോള് മാറി. അപ്പോൾ ആ കുഞ്ഞ് സ്കൂളിലേക്ക് പോയപ്പോൾ സ്റ്റാറ്റസിൽ മാറ്റം വന്നു. കാരണം സ്റ്റാറ്റസ് അയാൾക്ക് കുറച്ചുകൂടെ കൂടി. അപ്പോൾ അയാളുടെ ഉത്തരവാദിത്തങ്ങൾ, അയാളുടെ റോള് വ്യത്യാസപ്പെട്ടു, അയാളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ. അപ്പം ഒരു സാമൂഹികമായിട്ടുള്ള ഒരു ക്രമം നിലനിർത്തുന്നതിന് വേണ്ടി, ആ ബന്ധങ്ങൾക്കിടയിലുള്ള ഒരു എന്താ പറയുക, ഒരു പ്രവചനാത്മകമായിട്ടുള്ള ആ ഒരു സാമൂഹികമായിട്ടുള്ള ഒരു ക്രമം നിലനിർത്തുന്നതിൽ റോളിന് വളരെയധികം സ്ഥാനമുണ്ട്. അതുകൊണ്ട് തന്നെ റോളിനെ വ്യത്യസ്ത സ്വഭാവങ്ങളുടെയും മനോഭാവത്തിൻ്റെയും ഒരു കൂട്ടമെന്ന് പറയും. നേരത്തെ നമ്മൾ ഡ്യൂട്ടീസിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. ഇവിടെ പറയേണ്ടത് ക്ലസ്റ്റർ ഓഫ് ബിഹേവിയർ ആൻഡ് ആറ്റിറ്റ്യൂഡ്സ്. ക്ലസ്റ്റർ ബിഹേവിയറിൻ്റെ, സ്വഭാവത്തിൻ്റെ ഒരു കൂട്ടം, മനോഭാവത്തിൻ്റെയും സ്വഭാവത്തിൻ്റെയും ഒരു കൂട്ടമാണ് ഈ റോൾ എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു സാമൂഹികമായിട്ടുള്ളൊരു സ്വഭാവ രൂപീകരണത്തിന്, അതായത് ഒരു വ്യക്തി എന്ന നിലയിലും ഒരു സമൂഹം എന്ന നിലയിലും ആ വ്യക്തിയിലുണ്ടാകുന്ന സാമൂഹികമായിട്ടുള്ള സ്വഭാവ സവിശേഷതകൾ ആർജിക്കുന്നതിൽ ആ റോള് ആ ഓരോ കാലഘട്ടത്തിലും അല്ലെങ്കിൽ ഓരോ സമയത്തും ആ കുട്ടി ആർജിച്ച റോളുകൾ അതിനെ സഹായിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ബാൻറ്റന്റെ നിർവചനം വളരെ പ്രധാനമാണ്. ക്ലസ്റ്റർ ഓഫ് റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻസ്. ക്ലസ്റ്റർ ഓഫ് റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻസ്. റൈറ്റ്സ് അവകാശങ്ങൾ, ശരികൾ, അല്ലേ? ഒബ്ലിഗേഷൻസ് കടമകൾ. അപ്പം എന്താണ് ഒരു മനുഷ്യൻ്റെ, അതായത് മറ്റൊരാളുടെ അവകാശം, അതിനകത്തിൻ്റെ കടമ എന്താണ്? അല്ല, അവർക്കുള്ള അവകാശം ലഭിക്കുന്നതിന്, അത് നേടുന്നതിന് അവരെ സഹായിക്കാൻ എനിക്കെങ്ങനെ സാധിക്കും എന്നൊക്കെ ചിന്തിക്കുന്നത് പോലെ ഒരു വ്യക്തി അന്നൊരു കുടുംബനാഥനായി മാറുമ്പോഴത്തേക്ക് അവരുടെ റോളുകൾ മാറുന്നു. അപ്പം അവരുടെ ഉത്തരവാദിത്തങ്ങൾ മാറുന്നു. കാരണം ഫാമിലിയുടെ ഏണിങ്സ് അവരുടെ ഉത്തരവാദിത്തമായി, കുട്ടികളുടെ വളർത്തൽ,
കുടുംബത്തിൻ്റെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ നോക്കൽ, സാമൂഹികമായിട്ടുള്ള അവരുടെ ഒരു സ്റ്റാറ്റസ് നിലനിർത്തിക്കൊണ്ട് പോവുക, പല കാര്യങ്ങളും അതിനകത്ത് പ്രസക്തമായിട്ട് വന്നു. അപ്പോൾ ഇതിനകത്ത് ഈ റോളിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റും, ഈ റോളെന്ന് പറയുന്ന അസ്ക്രൈബ്ഡ് റോൾസും ഉണ്ട്, അച്ചീവ്ഡ് റോൾസും ഉണ്ട്. അപ്പം ജന്മം കൊണ്ടൊരു മനുഷ്യന് ലഭിക്കുന്ന റോളാണ് അസ്ക്രൈബ്ഡ് റോൾ. അപ്പം നമ്മൾ നേരത്തെ അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞതുപോലെ തന്നെ ആ ജന്മം കൊണ്ട് അയാൾക്ക് ഇപ്പം ഒരു സ്വർണം പണിയുന്ന ഒരു സമൂഹത്തിൽ, ഒരു കുടുംബത്തിൽ ജനിക്കുന്ന ഒരു കുട്ടി സ്വാഭാവികമായിട്ടും അവരുടെ റോളെന്ന് പറയുന്നത് അതേ പരമ്പരാഗതമായ തൊഴിലുകളാണ് അവർ തുടർന്നുകൊണ്ട് പോകുന്നതെങ്കിൽ ആ ഒരു റോളിലേക്കായിരിക്കും വരിക. എന്നാൽ അച്ചീവ്ഡ് റോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യാസമുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ കഴിവിനനുസൃതമായിട്ടാണ് അവർക്ക് ആ റോള് കിട്ടുന്നത്. ഒരു വ്യക്തിയുടെ കഴിവ് എത്രമാത്രം അവരതിൽ കഴിവ് തെളിയിച്ചിരിക്കുന്നു. അപ്പം ജന്മം കൊണ്ട് കിട്ടുന്നതല്ല, അവർ ഈ പടയോട്ടത്തിൽ, ഈ ജീവിതമാകുന്ന പടയോട്ടത്തിൽ നിന്നും വെട്ടിപ്പിടിച്ചതാണ് ഈ അച്ചീവ്ഡ് റോൾസ് എന്ന് പറയുന്നത്. ഇനി റിലേഷണൽ ആൻഡ് നോൺ റിലേഷണൽ റോൾസ്. അപ്പോൾ ചില റോളുകൾ എന്ന് പറയുന്നത് കോംപ്ലിമെൻ്ററി ആണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ബന്ധം, ഇപ്പോൾ ഒരു ഭാര്യ ഭർത്തൃ ബന്ധം എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഇതുണ്ട്, ഭാര്യയുടെ റോള് അതുപോലെ തന്നെ ഭർത്താവിൻ്റെ റോള്, അത് വ്യത്യാസമാണ്. പക്ഷേ ഈ ഭാര്യയുടെ റോളിനവിടെ പ്രസക്തി ഉണ്ടാകുന്നത് ആ ഒരു കുടുംബത്തിൽ, അല്ലെങ്കിൽ ആ ഫാമിലി എന്ന് പറയുന്ന, കുടുംബം എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ അവർ ഒരുമിച്ച് ചേർന്നത് കൊണ്ടാണ് ആ ഭാര്യയുടെ റോൾ അവർക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഭർത്താവിൻ്റെ റോൾ അദ്ദേഹത്തിന് ലഭിക്കുന്നതും ഈ ഫാമിലി എന്ന ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് അവർ മാരേജ് എന്ന് പറയുന്ന മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലൂടെ വന്നു ചേർന്നത് കൊണ്ടാണ്. എന്നാൽ ഈ നോൺ റിലേഷണൽ റോൾസ് എന്ന് പറയുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ടതൊന്നുമല്ല. കാരണം അതങ്ങ് ഒന്നുമായിട്ട് അടിസ്ഥാനമായിട്ടുള്ള ഒരു കാര്യം, ഒരു മ്യൂസീഷ്യനോ റിസർച്ചറോ പെയിൻറ്ററോ, അപ്പോൾ അവരുടെ ഒരു റോളുകൾ എന്നൊക്കെ പറയുന്നത് അപ്പം അവർക്ക് മാത്രമാണ് അതിൻ്റെ റിലേഷൻ എന്തെന്നെ ബന്ധപ്പെടുത്തിയല്ല അവർ ആ ഒരു റോള് പറയുന്നത്. അതുപോലെ തന്നെ പ്രായം, അതുപോലെ അവർ ഏത് പുരുഷനാണോ സ്ത്രീയാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരു ഈ നോൺ റിലേഷണൽ റോൾസിനകത്ത് വരാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ കിൻഷിപ്പ് റോൾസ് എന്ന് വെച്ചാൽ ബന്ധങ്ങളിലുള്ള അവരുടെ സ്ഥാനങ്ങൾ ഒക്കെ വളരെ റിലേഷണലായിട്ടാണ് പറയുന്നത്. ഇപ്പം ബന്ധങ്ങളിൽ, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇപ്പം നമ്മളൊക്കെ തന്നെ ചിന്തിക്കുകയാണെങ്കിൽ, ഇപ്പം അച്ഛൻ എന്ന് പറയുമ്പോൾ അത് നമ്മളുടെ അച്ഛൻ, അച്ഛൻ്റെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അമ്മയും ജീവിച്ചിരിപ്പുള്ളപ്പോൾ അവർ മകനാണ്. അപ്പം അവിടെ രണ്ട് റോള് വന്നു. അപ്പോൾ അല്ലെങ്കിൽ ഒരു കുട്ടികൾക്ക് അച്ഛൻ എന്ന ഒരു സ്ഥാനം കൊടുക്കുമ്പോൾ ആ അച്ഛൻ മറ്റ് മുതിർന്ന മുത്തച്ഛൻ്റെയും മുത്തശ്ശിയുടെയും മകനാണ്. അപ്പം രണ്ട് കൂട്ടർക്കും അവർ കൊടുക്കുന്ന ഒരു സ്ഥാനമെന്ന് പറയുന്നത് വ്യത്യാസമാണ്. അപ്പം അത് പ്രായം കൊണ്ട് വരുന്ന ഒരു വ്യത്യാസമാണ്. അപ്പോൾ ആ കുടുംബത്തിൽ തന്നെ മക്കൾ, ഭാര്യ എന്നൊക്കെ പറയുന്ന ഒരു സംവിധാന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ ഓരോരുത്തരോടും അവരിൽ ഉപയുക്തമായിരിക്കുന്ന സ്ഥാനം അല്ലെങ്കിൽ ആ ഒരു റോളെന്ന് പറയുന്നത് വ്യത്യാസപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നു. ഇനി പൊതുവായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള റോളുകൾ ഏതെല്ലാം, ഇനി ജനറലായിട്ടുള്ള റോളുകൾ ഏതെല്ലാം, ഇനി തീർത്തും സ്വയം സ്ഥാപിതമായിട്ടുള്ള റോളുകൾ ഏതെല്ലാം. ഇനി അടിസ്ഥാനമായിട്ടുള്ള ഈ റോളുകൾ, അവരുടെ ആ ഒരു സ്ഥാനം അല്ലെങ്കിൽ ആ ഒരു ഉത്തരവാദിത്വത്തെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ഈ ഏത് കുടുംബത്തിൽ, അതായത് ഏത് പുരുഷനാണോ സ്ത്രീയാണോ, അതായത് സെക്സ് ഏതാണെന്നുള്ളത് അതിനകത്ത് വളരെ പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് അവരുടെ പ്രായം. അപ്പം ബേസിക് റോൾസ് എന്ന് വെച്ചാൽ പ്രധാനമായിട്ടും അവരുടെ ആ ഒരു ജെൻഡർ ഏതാണെന്നുള്ളത്, അതുപോലെ തന്നെ അവരുടെ പ്രായം, അതുപോലെ തന്നെ അവർ ജന്മം കൊണ്ട് ആർജിച്ചിരിക്കുന്ന പല കാര്യങ്ങളും ഒക്കെ അവരുടെ ഒരു സാമൂഹികമായിട്ടുള്ള പശ്ചാത്തലം ഡെവലപ്പ് ചെയ്യാനായിട്ട് അവരെ സാധിക്കുന്നുണ്ട്. എന്നാൽ ജനറൽ റോൾസ് എന്ന് പറയുന്നത് അവർക്ക് അവരുടെ മെറിറ്റിൽ നിന്നാണ് കിട്ടുന്നത്, അവരുടെ കഴിവ്. മറ്റേതിനകത്ത് ബേസിക് റോൾസിനകത്ത് അവരുടെ
ജന്മം കൊണ്ടൊക്കെ നേടിയെടുത്ത, അതായത് അടിസ്ഥാനപരമായിട്ട് അവരിലേക്ക് എത്തിച്ചേർന്ന പല റോളുകളും അതിനകത്ത് വരുന്നുണ്ട്. പക്ഷെ ജനറൽ റോൾസിനകത്ത് പ്രധാനമായിട്ട് അവർ നേടിയെടുത്ത ഒരു സ്ഥാനം എന്താണ്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു റോൾ, ഒന്നും റിലേഷണൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പം അത് ആ വ്യക്തിയിൽ അധിഷ്ഠിതമാണ്. അപ്പം ആ ഒരു വ്യക്തിയിൽ നിന്ന് ഒരു 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 എന്താ പറയുക, ഒരു ഏറ്റവും ഇതായിട്ടുള്ള ഒരു തൻ്റെ മികവ് പ്രകടിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയുടെ ഒരു അടിസ്ഥാനത്തിലാണ് നമ്മൾ ഒരു ഇൻഡിപെൻഡൻ്റ് റോൾ എന്ന് പറയുന്നത്. ഇപ്പം ഉദാഹരണത്തിനായിട്ട് ഇപ്പം നല്ല കഴിവുള്ള ഒരാൾ ഒരു ജോലി സംബന്ധമായിട്ടുള്ളൊരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ മെറിറ്റ് അല്ലെങ്കിൽ അവരുടെ നേട്ടത്തെക്കുറിച്ച് പറയും. പക്ഷെ അതേ വ്യക്തി തന്നെ ഒരു കളികളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ലെഷർ ടൈം അല്ലെങ്കിൽ ഒരു ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരു സമയം ഉപയുക്തമാക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ ജോലി തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു റോളാണ്. ഇത് രണ്ടിനും മെറിറ്റുമായിട്ട് ചില ബന്ധം ജനറൽ റോളിനും ഇൻഡിപെൻഡൻ്റ് റോളിനും ഉണ്ട്. പിന്നെ ബേസിക് റോൾസും ഉണ്ട്. ഇനി റോൾ സിസ്റ്റം എന്താണ്? ഒരു ലളിതവും സങ്കീർണവുമായിട്ടുള്ള ഒരു സമൂഹത്തിൽ ഈ റോളിൻ്റെ സ്ഥാനം എന്താണ്? ഏതൊക്കെ തലത്തിലാണ് ഈ റോള് വരുന്നത്? ഒരു സിമ്പിൾ, ഒരു സ്വാഭാവികമായിട്ടുള്ള വളരെ ലളിതമായിട്ടുള്ളൊരു സമൂഹത്തിൽ സ്വാഭാവികമായിട്ടും വ്യക്തിപരമായിട്ടുള്ള വ്യത്യാസങ്ങളായിട്ടുള്ള പ്രായം, അവരുടെ ജെൻഡർ, ബന്ധങ്ങൾ, ഇതൊക്കെ വളരെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമായിട്ട് വരുന്നു. വളരെ പ്രിമിറ്റീവ് സൊസൈറ്റിൻ്റെ കാര്യത്തിലും അതൊക്കെ വളരെ കാര്യമാത്ര പ്രസക്തമായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ എസ്കിമോസിൻ്റെയൊക്കെ കാര്യത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്ന സമയത്ത് അപ്പോൾ ആ ഒരു സമൂഹത്തിൽ ചില അടിസ്ഥാനപരമായിട്ടുള്ള ചില കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ആദ്യമായിട്ട് ഇപ്പോൾ എസ്കിമോ അങ്ങനെയുള്ള ഒരു സമൂഹത്തിലും പല ആദിവാസി സമൂഹങ്ങളിലൊക്കെ നിലനിൽക്കുന്നത് അവരുടെ ഒരു പുരുഷൻ്റെ വിവാഹപ്രായം അവിടെ നിശ്ചയിക്കുന്നത്, അല്ലെങ്കിൽ വിവാഹം എന്ന് പറയുന്ന അടുത്ത ഒരു തലത്തിലേക്ക്, അല്ലെങ്കിൽ കുടുംബജീവിതം എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് അദ്ദേഹത്തിന് പോകണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു മെച്യൂരിറ്റി എന്ന് പറയുന്ന ഒരു സ്ഥാനം അദ്ദേഹത്തിന് കിട്ടണം എന്നുണ്ടെങ്കിൽ, ഒരു പുരുഷൻ എന്ന നിലയിൽ അവർ സ്വന്തമായിട്ടൊരു മൃഗത്തിനെ വേട്ടയാടുന്ന ദിവസം ഇവരുടെ ഒരു എന്താ പറയുക മെച്യൂരിറ്റി ആഘോഷിക്കാൻ ഒരു പല തരത്തിലുള്ള ആചാര രീതികളിലൂടെ ആ മെച്യൂരിറ്റി അവിടെ ആഘോഷിക്കപ്പെടുക. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് പിന്നീട് വിവാഹവും അതിനോടനുബന്ധമായിട്ടുള്ള മറ്റ് ജീവിതത്തിലുള്ള ഒരു ഉയർന്ന തലത്തിലേക്ക് പോകാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടുള്ളൊരു വ്യത്യാസം, ഏജ്, സെക്സ്, കിൻഷിപ്പൊക്കെ അതിനകത്ത് വളരെ പ്രധാനപ്പെട്ടതായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ പെൺകുട്ടികളുടെ ഒരു കാര്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ അവർക്ക് സ്വാഭാവികമായിട്ടൊരു മെച്യൂരിറ്റി ഉണ്ടാകുന്ന ബയോളജിക്കലായിട്ടുള്ള ചില മെച്യൂരിറ്റി അനൗൺസ്മെൻറ്റുകളെ കുറിച്ചൊക്കെ, അല്ലെങ്കിൽ അത് വരുന്ന ഒരു അടിസ്ഥാനത്തിലാണ് അവർ മെച്ചുറായെന്ന്, അല്ലെങ്കിൽ വിവാഹത്തിന് തയ്യാറായി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വിവാഹം കഴിപ്പിക്കാനായിട്ട് ഒരു. പിന്നെ അതുപോലെ ഇങ്ങനെ പല തലങ്ങളിൽ. അപ്പോൾ ആ ഒരു പൊതുവായിട്ടുള്ള ഒരു സമൂഹത്തിൽ, വളരെ ലളിതമായിട്ടുള്ള ഒരു സമൂഹത്തിൽ ഓരോരുത്തർക്കും അവരുടെ പ്രവർത്തനങ്ങൾക്കനുഷ്ഠിതമായിട്ട് ആ സമൂഹത്തിൽ നിലനിൽക്കുന്ന ചില അടിസ്ഥാന ആശയങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിന് ഉപയുക്തമാകുന്ന രീതിയിൽ ആ സ്ഥാനങ്ങൾ അവിടെ കൊടുക്കപ്പെടുകയാണ്, സ്ഥാനമാനങ്ങൾ അവിടെ അവർക്ക് ലഭിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ വളരെ സങ്കീർണമായിട്ടുള്ള സമൂഹത്തിൽ അത് മാറ്റമുണ്ട്. ഒരു സോഷ്യൽ സ്റ്റാറ്റസ്, സാമൂഹികമായിട്ടുള്ള ഒരു പ്രത്യേക സ്റ്റാറ്റസിൻ്റെ ഒരു വിവിധ തലങ്ങളാണ് സോഷ്യൽ സ്റ്റാറ്റസ്. അപ്പോൾ ഓരോ സ്റ്റാറ്റയിലും ഓരോരുത്തർക്കും ഒരു സമൂഹത്തിൽ നോക്കുകയാണെങ്കിൽ പല തരത്തിലുള്ള ഇപ്പം ജോലി സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ പലതരത്തിലുള്ള ഉയർന്ന ജോലി, അപ്പോൾ ആ ജോലിയുടെ വ്യത്യസ്തമായ രീതികൾ കൊണ്ട് അവരുടെ ഒരു സോഷ്യൽ സ്ട്രാറ്റ എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായിരിക്കും. അപ്പം ഓരോരുത്തരും അവരുടേതായിട്ടുള്ളൊരു സംഭാവനയാണ് ആ സമൂഹത്തിന് നൽകുന്നത്. മൊത്തത്തിൽ അവിടുത്തെ ആ സമൂഹത്തിൻ്റെ അധിപതിയായിട്ടുള്ളവർക്ക്, അല്ലെങ്കിൽ ആ സമൂഹത്തിന് തന്നെ ഇത്തരത്തിലുള്ള സ്ഥാനമാനങ്ങൾ അനുസരിച്ചിട്ട്, അല്ലെങ്കിൽ അവരെ ആർജിച്ച ഈ സ്ഥാനമാനങ്ങളെ അനുസരിച്ചിട്ട് അവർക്ക് ഒരു ഡിവിഷൻ അവിടെ ഉണ്ട്. അതൊരു സിസ്റ്റമാണ്. ഈ ഡൈവേഴ്സിഫിക്കേഷൻ ആൻഡ് സ്പെഷ്യലൈസേഷൻ ഓഫ് ടാസ്ക്. ഇപ്പോൾ ഏതെങ്കിലും പ്രവൃത്തികളിലൊക്കെ വളരെ മികവ് കാണിക്കുക, അല്ലെങ്കിൽ വളരെ പ്രത്യേകമായിട്ടുള്ള ഒരു രീതിയിലേക്കൊക്കെ
പോകുമ്പോഴും സ്പെഷ്യലൈസേഷനൊക്കെ വരുമ്പോൾ അതൊക്കെ ഇതിനകത്ത് ഒരു സങ്കീർണമായ ഒരു സമൂഹത്തിൽ ഇതൊക്കെ റോള് നിശ്ചയിക്കാൻ ഇതൊക്കെ വളരെ പ്രകൃതിപരമായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇനി പ്രധാനമായിട്ട് പറയാനുള്ളൊരു കാര്യം, ഒരു റോളിൻ്റെ 2 തലങ്ങളാണ്. ഒന്ന് മൾട്ടിപ്പിൾ റോൾസ് എന്ന് പറയും, മൾട്ടിപ്പിൾ റോൾസ്. എന്നാൽ റോൾ സെറ്റ് എന്ന് പറയും. രണ്ടും രണ്ടാണ്. ഇപ്പം പീറ്റർ എന്ന ഇഗ്നോ സ്റ്റുഡൻ്റ് എന്ന് നമ്മുടെ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ ആ ഗ്രൂപ്പുകളിൽ അവർക്ക് ഓരോ സ്ഥാനത്തുണ്ടാകും. ഒരു സ്റ്റുഡൻ്റ് എന്ന നിലയിലുള്ള അവരുടെ ഒരു സ്ഥാനം, അല്ലെങ്കിൽ അയാളൊരു ഹോക്കി ഒരു പ്ലേ ഗ്രൂപ്പിലുണ്ടെങ്കിൽ ആ സമയത്തുള്ള അയാളുടെ സ്ഥാനം. അപ്പം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പല തരത്തിൽ ഉള്ള സ്ഥാനങ്ങൾ, ഒരു വിദ്യാർത്ഥിയായിട്ട് പഠിക്കുന്ന സമയത്ത് അയാൾ എടുക്കുന്ന ഒരു റോള്, അപ്പം അയാളൊരു മറ്റ് പല പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന സമയത്ത്, അപ്പം അതിനാണ് മൾട്ടിപ്പിൾ റോൾസ് എന്ന് പറയുന്നത്. ഒരേ വ്യക്തി തന്നെ പല തരത്തിലുള്ള റോളുകൾ എടുക്കും. ഇനി റോൾ സെറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇവിടെ പറയുന്നത് മനോജ് എന്ന വിദ്യാർത്ഥി ഒരു ഗവൺമെൻറ് ഒരു ടീച്ചറാണ്. മനോജ് എന്ന് പറയുന്ന ഒരു ഗവൺമെൻറ് സ്കൂൾ ടീച്ചറിനെ കുറിച്ച് പറയുകയാണ്. അപ്പം അദ്ദേഹത്തിന് കുറേ റോൾ സെറ്റുകൾ തന്നെയുണ്ട്. അപ്പം ഇവിടെ ഒരാൾ പല സ്ഥലങ്ങളിൽ പല റോളുകൾ എടുക്കുന്നു. അതാണ് മൾട്ടിപ്പിൾ റോൾസ് പറഞ്ഞത്. ഒരേ വ്യക്തി തന്നെ പല സമയങ്ങളിൽ പല റോളുകൾ എടുക്കുന്നു. ഇവിടെ റോൾ സെറ്റ് എന്ന് വെച്ചാൽ മനോജ് എന്ന് പറയുന്ന ഗവൺമെൻറ് സ്കൂൾ അധ്യാപകൻ തൻ്റെ സഹപ്രവർത്തകരുടെ ഇടയിലിരിക്കുമ്പോൾ, സഹപ്രവർത്തകരുടെ ഇടയിലാകുമ്പോൾ അവരുടെ ഒരു സുഹൃത്താണ്. വിദ്യാർത്ഥികളുടെ ഇടയിലേക്ക് വരുന്നുണ്ട് ഒരു മാതൃക അധ്യാപകനാണ്, മാതൃകയായിട്ടുള്ള ഒരാളാണ്. എന്നാൽ തൻ്റെ കൂടെ ജോലി ചെയ്യുന്ന മറ്റ് നോൺ ടീച്ചിങ് ആയിട്ടുള്ള അധ്യാപക സുഹൃത്തുക്കളുടെ അടുത്തേക്ക് വരുമ്പോൾ, അധ്യാപകരുടെ അടുത്തേക്ക് വരുമ്പോഴും തൻ്റെ അധ്യാപകൻ എന്ന് പറഞ്ഞ സ്ഥാനത്ത് നിന്നുകൊണ്ട് അവരുടെ സ്ഥാനവുമായിട്ട് ബന്ധപ്പെടുന്നത് മറ്റ് പല തലങ്ങളിലായിരിക്കും. എന്നാൽ ഇതേ മനോജ് തന്നെ ഒരു ടീച്ചേഴ്സ് യൂണിയനിൽ പ്രവർത്തിക്കുമ്പോൾ മനോജ് എന്ന് പറയുന്നത് ഒരു സംഘാടകനാകാം, അല്ലെങ്കിൽ നല്ലൊരു പ്രവർത്തകനാകാം. അപ്പോൾ ഇതിനെയാണ് നമ്മളൊരു റോൾ സെറ്റ് എന്ന് പറയുന്നത്. ഇനി റോൾ സയൻസിനകത്തും പറയുന്നത്, ഇപ്പം സയൻസ് ഫോർ ബേസിക് റോൾസിനെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സയൻസ് ഫോർ ജനറൽ റോൾസ്, അതായത് ഇപ്പം എത്രമാത്രം നമുക്കത് ആ ഡിസ്റ്റിങ്ഷൻ വേർതിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഇൻഡിപെൻഡൻറ്റ് റോൾസ്, നേരത്തെ നമ്മൾ പറഞ്ഞു ബേസിക് റോള്, ബേസിക് ഫങ്ഷൻ പറഞ്ഞ പോലെ തന്നെ ജനറൽ ഫങ്ഷൻ, ഇൻഡിപെൻഡൻറ്റ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. ഇനി റോൾ ചേഞ്ചിങ് എന്ന് പറയും. ഇപ്പം റോൾ എന്ന് പറയുന്നത് ഒരിക്കലും സെയിം തുടക്കം മുതൽ അവസാനം വരെ, അതായത് നമ്മുടെ സ്റ്റാറ്റസ് മാറുന്നതിനനുസരിച്ച് തന്നെ നമ്മളുടെ റോള് മാറുന്നുണ്ടോ നമ്മൾ പറഞ്ഞു. അപ്പം അതുകൊണ്ട് തന്നെ ഒരിക്കലും റോളെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ഒരേപോലെ നിൽക്കുന്ന ഒന്നല്ല. അപ്പം അത് മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ വരുമ്പോൾ ഒരു റോളിൽ നിന്നും മറ്റൊരു റോളിൽ നിന്ന് വരുമ്പോൾ പഴയ റോളുകൾ നേരത്തെ ഉള്ള സെറ്റിലേക്ക് പോവുകയും പുതിയ റോളുകൾ വന്നുകൊണ്ടേയിരിക്കും. അപ്പം ഈ പുതിയ റോളുകൾ വരുന്നതിനനുസരിച്ച് നമ്മുടെ ആ ഒരു സ്റ്റാറ്റസിന് വ്യത്യാസമൊക്കെ വരും. ഇനി റോൾ കോൺഫ്ലിക്റ്റ് ആൻഡ് സ്ട്രെയിൻ എന്ന് പറയും. അപ്പോൾ ഒരു വ്യക്തി പല സ്റ്റാറ്റസിലിരിക്കുന്ന ഒരു വ്യക്തി മൾട്ടിപ്പിൾ റോൾസ്, നേരത്തെ നമ്മൾ പറഞ്ഞു മൾട്ടിപ്പിൾ റോൾസ് എടുക്കുന്നുണ്ട്. അപ്പം അവർ ആ സമയത്ത് 2 തരത്തിലുള്ള സ്റ്റാറ്റസ് ഉണ്ട്. അപ്പം അതിൽ നിന്ന് ആ ഒരു വ്യക്തിക്ക് ഒരു ഇതുവരെ ആ 2 പൊസിഷനിലിരിക്കുന്ന സമയത്ത് ആ വ്യക്തിക്ക് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്ട്രെയിനോ ഒരു ബുദ്ധിമുട്ടുകളോ ഒക്കെ ആ സമയത്ത് ആ ഒരു വ്യക്തിക്ക് ഉണ്ടാകും. അപ്പം ഇന്ന് നമ്മളുടെ ഈ യൂണിറ്റ് 9-ൽ നിന്നും 10-ൽ നിന്നും നമ്മൾ റോൾ എന്താണ്, അതിൻ്റെ കോൺഫ്ലിക്റ്റും സ്ട്രെയിനും എന്താണ്, സ്റ്റാറ്റസ് എന്താണ്, അതിൻ്റെ പ്രത്യേകതകൾ എന്താണ്, ഓർഗനൈസേഷൻ എന്താണ്, ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താണ് എന്നുള്ളതൊക്കെ വളരെ വിശദമായി പഠിച്ചിരിക്കുന്നു. നന്ദി.